ഈ സംഭവം ഉണ്ടാകുമ്പോൾ ആ ചിത്രമാകെ മാറുകയാണ്. എന്തുകൊണ്ട് ഈ പ്രതിഷേധങ്ങൾ ഈ രൂപത്തിലാകുന്നു എന്നൊരു ചോദ്യം ഉയരുകയാണ്. അവിടെ അതിനോട് പ്രതികരിച്ച മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഉപയോഗിച്ച ഭാഷ ഒരു മന്ത്രിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ആവർത്തിച്ച് പറയുന്നു എന്നത്, അതിനുമപ്പുറം ഈ സംഭവത്തെ ന്യായീകരിക്കുന്നു എന്നത്, ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? എന്താണ് ഈ കോൺഗ്രസ് UDF അധികാരത്തിൽ വന്നാൽ ഈ സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നത് എന്നതിന്റെ സാമ്പിളായി അവർ ഈ വിഷയത്തെ എടുത്താൽ, ഈ സംഭവത്തെ എടുത്താൽ അത് തിരിച്ചടിയാകും എന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും മുതിർന്ന നേതാക്കൾക്കില്ലേ ശ്രീ എൻ ശ്രീകുമാർ? ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങള് പൂർണ്ണമായും തെറ്റാണ്. കാരണം ഇന്നലത്തെ സംഭവം എന്ന് പറയുന്നത് ഇത്രയും ദിവസം മണിക്കൂറാണ്, 24 മണിക്കൂറായി. രേണുകേന്റെ തുടക്കത്തിൽ പറഞ്ഞ എന്താണ്? ആക്രമണത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ CPM പുറത്തുവിട്ടു. ഒരു ദൃശ്യം രേണുക എന്ന് കാണിക്കാവോ? ഒരു ദൃശ്യം കാണിക്കാവോ? MV ജയരാജൻ രാവിലെ ഒരു ദൃശ്യം പുറത്തുവിട്ടു എന്നുള്ള ശരിയാണ്. എനിക്കിതിൽ ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മുടെ നാട്ടിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പല വിധത്തിലുള്ള രാഷ്ട്രീയമായ പ്രത്യാക്രമണങ്ങളും ആക്രമണങ്ങളും ഒക്കെ ഉണ്ടാകും. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ KSU പ്രവർത്തകരെ മുദ്രാവാക്യം വിളിച്ച് ആരോഗ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി വീശി. ഇവിടെ ശ്രീ ഹരീഷ് പോയിന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു ശ്രീമതി വീണ അദ്ദേഹത്തിന്റെ സുഹൃത്തായതുകൊണ്ട് അവര് നുണ പറയില്ല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ വിശ്വാസത ആയിക്കോട്ടെ. പക്ഷേ MV ഗോവിന്ദൻ മാഷ് എന്താ പറഞ്ഞത്? വീണ ജോർജിന്റെ കഴുത്ത് പിടിച്ച് തിരിച്ചു, കൈ പിടിച്ച് തിരിച്ചു. അപ്പൊ ഈ കഴുത്ത് പിടിച്ച് തിരിക്കാന്ന് വെച്ചാൽ 1 മിനിറ്റെങ്കിലും വേണ്ടേ? ഈ പോലീസുകാർ എന്ത് ചെയ്യായിരുന്നു? അപ്പം എന്ത് ചെയ്യായിരുന്നു ഈ പോലീസുകാർ? നമ്മുടെ സുരേഷ് കുമാറിന്റെ പോലീസുകാർ എന്ത് ചെയ്യായിരുന്നു? കഴുത്ത് പിടിച്ച് തിരിച്ചു, കൈ പിടിച്ച് തിരിച്ചു. ഗോവിന്ദ മാഷ പ്രസ്താവന. ആയിക്കോട്ടെ. അപ്പൊ താങ്കൾ ഇടപെടുന്നില്ല. നേരത്തെ താങ്കൾ ഒരു അസ്വസ്ഥത കാണിച്ചിട്ട് താങ്കൾ എന്റെ ചർച്ചയിൽ ഇടപെടുകയാണ് കേട്ടോ സുരേഷേ. അത് നിങ്ങൾ രണ്ടുപേരും താങ്കൾ മാരീചിക വേഷം അണിഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും രാവണനാണോ? ഞാൻ അല്ലല്ല, താങ്കൾ താങ്കൾ എന്റെ പേര് പരാമർശിച്ചുകൊണ്ടാണ്. എന്റെ മാത്രം പോലീസ് അല്ല, താങ്കളുടെ സുരേഷ് സംസാരിച്ചോളൂ. ശ്രീകുമാർ പറയൂ, നമുക്ക് സമയം പോകുന്നു. അല്ല, സമയം ഞാനല്ലല്ലോ കളയുന്നേ, ഞാനാണോ കളയുന്നേ? അതായത് മന്ത്രിയുടെ കഴുത്ത് പിടിച്ച് തിരിച്ചു, മന്ത്രിയുടെ കൈ പിടിച്ച് തിരിച്ചു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയാണ്, വധിക്കാനായിട്ട് ശ്രമിച്ചു, കൊല്ലാനായിട്ട് വന്നു. ഇവിടെ ശ്രീ ഹരീഷ് പറഞ്ഞു ആക്രോശിച്ചുകൊണ്ട് ചെന്നു. മുദ്രാവാക്യം വിളിക്കുന്നത് ജനാധിപത്യത്തിൽ ആക്രോശമായിട്ട് ചിലർ കാണുന്നുണ്ടാകാം, അത് ആക്രോശമല്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ രേണുക തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയാണ്. കൂടുതൽ തെളിവുകൾ CPM പുറത്തുവിട്ടു. നമ്മുടെ ചാനൽ സുഹൃത്തുക്കളെ ഇന്നലെ ഏതാണ്ട് എല്ലാവരും അവരെ ഉണ്ടായിരുന്നു. ഞാനൊരു 10-40 വർഷമായിട്ട് CPM ദൃശ്യങ്ങൾ പുറത്തുവിട്ടില്ല എന്നൊരു വാദം താങ്കൾക്കില്ലല്ലോ. MV ജയരാജൻ ദൃശ്യം പുറത്തുവിട്ടു എന്നൊരു വാദം ഉണ്ടല്ലോ. അല്ല, ദൃശ്യമല്ല പുറത്തുവിട്ടത്. ആ ദൃശ്യം നിങ്ങൾ കാണിക്കുക. ദൃശ്യം എന്ന് വെച്ചാൽ അത് ആ ഒറിജിനൽ ദൃശ്യമാണ്, മറ്റുള്ളതൊക്കെ കൂട്ടിച്ചെടുക്കുന്നതല്ലേ. പറഞ്ഞോളൂ. അല്ല, അത് അങ്ങനെ പറയാൻ പാടില്ല. കാരണം വെച്ചാൽ യഥാർത്ഥ ദൃശ്യമല്ല പുറത്തുവിട്ടത്. പുറത്തുവിട്ട ദൃശ്യം എന്താ വെച്ചാൽ ഗൺമാന്റെ ഷർട്ട് കറുപ്പെന്നുള്ളത് അത് വ്യക്തമായിട്ട് ചാനലുകളൊക്കെ പിന്നീട് കാണിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. അപ്പൊ നമ്മുടെ ചാനൽ സുഹൃത്തുക്കൾ കാണിച്ചപ്പോ പിന്നെ പറഞ്ഞ എന്താ, KSU അത് പൊളിച്ചു. KSUവിന് എവിടെ നിന്നാ ഈ ദൃശ്യം കിട്ടുന്നത്? ചാനലുകളുടെ ദൃശ്യമാണ്. 1-2 ചാനലുകൾ ലേഖകന്മാരൊഴിച്ച് ബാക്കി എല്ലാവരും തന്റെ ഇടമില്ലാത്ത രീതിയിലാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. കാരണം അവരുടെ കൈവശം ക്ലിപ്പിങ്ങുകളുണ്ട്, അവരുടെ കൈവശം ദൃശ്യമുണ്ട്. അതിൽ 1-2 ലേഖകർ പറഞ്ഞു അവിടെ സംഭവിച്ചത് ഇന്നതാണ്, മന്ത്രി ആരും ആക്രമിച്ചിട്ടില്ല. ഞാൻ ആക്രമിക്കുന്നത് കണ്ടില്ല മന്ത്രി. മന്ത്രി ആക്രമിക്കുന്ന രേണുക കണ്ടോ? ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ അതില്ല. പക്ഷേ ഒരു മന്ത്രി പറയുകയാണ് അവർക്ക് ശാരീരിക അസ്വസ്ഥത നേരിട്ടു അന്ന് ഈ സംഭവത്തിന് ശേഷം പറയുമ്പോൾ അത് വിശ്വസിക്കുക എന്നതല്ലേ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ അത് വിശ്വസിക്കുക എന്നതല്ലേ ചെയ്യേണ്ടത്? ഇപ്പോൾ ശ്രീകുമാറിന് നേരെ ഇങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നു, താങ്കൾ ശാരീരിക അസ്വസ്ഥതയോടെ കൂടി വീഴുകയാണ്. ഞാൻ പറയുന്നു താങ്കളെ ആരും തൊട്ടിട്ടില്ല. നോക്കൂ, താങ്കൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഹൃദയാഘാതം ഉണ്ടായാൽ തൊടണമെന്നില്ലല്ലോ. ഹൃദയാഘാതം ഒരാൾക്കുണ്ടാകണമെങ്കിൽ തൊടണമെന്നില്ല. ഏതെങ്കിലും തരത്തിൽ ക്ഷീണം വരുമ്പോൾ തൊടണമെന്നില്ല. അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാം. അവർ പറയുകയാണ് ഈ സംഭവത്തെ തുടർന്ന് എനിക്ക് ഇന്ന രീതിയിൽ അസ്വസ്ഥതയുണ്ടായി, അവരെ ഹോസ്പിറ്റലൈസ് ചെയ്തു,
മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ ശ്രീകുമാറിന് അറിയാമല്ലോ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു FIR ഇറങ്ങിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ആയുധവുമായി ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നാണ്. അതൊക്കെ മുന്നിൽ വരുമ്പോൾ ഞാൻ ഇതിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊരു നിലപാടെടുക്കണോ? നോക്കൂ രേണുക, നിങ്ങളുടെ മാധ്യമ പ്രവർത്തകയാണ്. ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യമാണ്. ഞാൻ ഈ തൃശ്ശൂരിൽ ഇരിക്കുന്നത്, ഞാൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ല. ദൃശ്യങ്ങളിൽ കണ്ടോ എന്നാ ചോദിച്ചത്. ദൃശ്യങ്ങളിൽ കണ്ടോ? നമ്മൾ ആരും കണ്ടിട്ടില്ല. CPM-കാരും കണ്ടിട്ടില്ല. ദൃശ്യങ്ങളിലില്ല. അപ്പൊ വേറെ ദൃശ്യം പുറത്ത് കൊണ്ടുവരണം. ആ പുറത്ത് കൊണ്ടുവരുന്നത് വരെ നമ്മളുടെ മുമ്പിലുള്ള ദൃശ്യത്തില് മന്ത്രി ആക്രമിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ മുമ്പിൽ ദൃശ്യം കാരണം എന്താ? കഴുത്ത് പിടിച്ച് തിരിച്ചു. പാർട്ടി സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന സെക്രട്ടറി. കഴുത്ത് പിടിച്ച് തിരിച്ചാൽ പോലീസുകാർ എന്ത് ചെയ്യായിരുന്നു? കൈ പിടിച്ച് തിരിച്ചു. പോലീസുകാർ എന്ത് ചെയ്യായിരുന്നു? ശ്രീകുമാർ നോക്കൂ, അങ്ങനെ അതിഭാവുകത്വത്തോടെ ഏതെങ്കിലും നേതാക്കൾ എന്തെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ട് എന്നതിൽ ഞാൻ ന്യായീകരണം കാട്ടുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഈ പ്രവർത്തകർ നേരിട്ട് ആക്രമിക്കാതെ തന്നെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകാം. ഒരു പക്ഷേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അവരെ സേവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നമായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ക്യാമറയിൽ പതിയാത്ത ആരുടെയെങ്കിലും കയ്യോ സാധനങ്ങളോ ആയുധമോ തട്ടിയിട്ടുണ്ടാകാം. നമുക്കറിയില്ല. അത് അന്വേഷണം നടന്ന് വ്യക്തത വരട്ടെ എന്നതല്ലേ പറയേണ്ടത്. മാത്രവുമല്ല, ഈ പ്രവർത്തകർ വന്നില്ല എന്നൊരു ന്യായം ആർക്കുമില്ലല്ലോ. ആ പ്രവർത്തകർ വന്നതുകൊണ്ടാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സുരക്ഷയൊരുക്കേണ്ടി വന്നതും അവിടെ പിടിവലി ഉണ്ടായത് എന്നതും വ്യക്തമാണല്ലോ. അത് അംഗീകരിച്ചുകൊണ്ട് വേണമല്ലോ നമ്മൾ സംസാരിക്കാൻ. അല്ല, രേണുക പറയുന്നത് ശരിയല്ല. വെറുതെ നിങ്ങൾക്ക് നിഷ്പക്ഷത ബാലൻസ് ചെയ്ത് നിൽക്കാം. എന്നെ സംബന്ധിച്ചുള്ള എന്റെ മുമ്പിൽ ദൃശ്യങ്ങളാണുള്ളത്. ആ ദൃശ്യം, വേറൊരു ദൃശ്യം നാളെ വരികയാണ്. ഈ KSUക്കാർ ആയുധങ്ങളുമായിട്ട് മന്ത്രി ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ KSUക്കാരെ കുറ്റം പറയും. യാതൊരു സംശയം വേണ്ട. ജനാധിപത്യ രീതിയിൽ ആർക്ക് പ്രതിഷേധിക്കാം. ആ പ്രതിഷേധം കണ്ണൂരിൽ നടന്നു എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കാതിരുന്നതെന്ന് വെച്ചാൽ ജനാധിപത്യ പ്രതിഷേധങ്ങൾക്ക് അതിര് വേണ്ടേ? 4 5 വീണ ജോർജിനെതിരെ തന്നെ നേരത്തെ കരിങ്കൊടി കാണിച്ചു. നേരത്തെ ആ പരിപാടിക്കായി അവിടെ എത്തിയ വീണ ജോർജിന് 5 കരിങ്കൊടി കാണിച്ചു കഴിഞ്ഞൂന്നേ. അവർ വീട്ടിലേക്ക് പോകാൻ വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കരിങ്കൊടി കാണിക്കണമെന്ന് എന്താണ് നിർബന്ധം? അല്ല, രേണുയോട് ചോദിച്ചിട്ടാണോ KSUക്കാർ കരിങ്കൊടി കാണിക്കാൻ പോകുന്നത്? അത് അവരുടെ രാഷ്ട്രീയമല്ല, അവരുടെ സമരമല്ലേ. നിങ്ങളെന്താ അതൊക്കെ അന്വേഷിക്കുക? അത് അവരോട് ചോദിക്കാം. നിങ്ങൾ എന്തിനാ സമരം ചെയ്താൽ പോയെന്ന്. ഞാൻ പറയുന്നത് കേൾക്കൂ, തടസ്സപ്പെടുത്തരുത്. ഞാൻ പറയുന്നത് കേൾക്കൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൃശ്യങ്ങളിൽ ആക്രമണത്തിന്റെ കാര്യമില്ല. ഗോവിന്ദ മാഷ് പാർട്ടി സെക്രട്ടറിയാ. അത് അതിഭാവത്വമൊന്നുമല്ല. മാഷ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുള്ളൂ. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മന്ത്രി വീണ ജോർജിനെതിരെ അല്ല പ്രതിഷേധം. ഇവിടുത്തെ ആരോഗ്യ വകുപ്പിന്റെ സംവിധാനത്തിനെതിരെയാണ്. മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ ഇന്നലെ രാവിലെ ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ എന്താ പറഞ്ഞെന്നറിയാമോ? വീണ ജോർജിനെ മാത്രമായിട്ട് ഒറ്റ തിരിഞ്ഞിട്ട് ആരും ആക്രമിക്കുന്നില്ല. അത് ആരോഗ്യ വകുപ്പിനെതിരായിട്ടുള്ള നീക്കമാണ്. മുൻ മാധ്യമ പ്രവർത്തകയായ വീണ ജോർജിനെ മാധ്യമ പ്രവർത്തകർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. KK ശൈലജ ഇന്നലെ പറഞ്ഞത് ഒരു ചാനലില് നിങ്ങൾ കേട്ട് കാണും. അപ്പൊ ആ സിസ്റ്റത്തിനെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരം. ആ സിസ്റ്റത്തിന്റെ മന്ത്രിയാണ് ആരോഗ്യമന്ത്രി, അല്ലാണ്ട് വ്യക്തി എന്ന നിലക്കല്ല. നാളെ ഇപ്പൊ അവർ വേറെ വകുപ്പ് ഏറ്റെടുക്കുന്നെങ്കിൽ അങ്ങോട്ട് പോവില്ലല്ലോ. പിന്നെ ഇതിന് പ്രശ്നം എന്താ? നിങ്ങൾ പറഞ്ഞത് നേതാക്കൾ അഭിനേത്രി എന്ന് വിളിച്ചു. രാഷ്ട്രീയത്തിലെ പരസ്പര ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.